വെൽക്കം ടു എൻ സ്കൂൾ ക്ലാസ്സസ് അനന്തുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററുകളാണ്. അതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മീൻ ഫ്രീ പാത്ത്, റിലാക്സേഷൻ ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടച്ചു വെച്ചത്. പക്ഷെ നിങ്ങളത് തുറന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ഓക്കെ. അപ്പോൾ അടുത്ത കാര്യത്തിലോട്ട് പോവാം. അടുത്തതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മുന്നത്തെ സ്ലൈഡിന് എടുത്തു കഴിഞ്ഞാൽ സാധനം കിട്ടും. ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി പറഞ്ഞാൽ എന്താ? നേരെ വെലോസിറ്റി, അതായത് ഈ ഇലക്ട്രോൺസ് ഇവിടെ നേരെ തട്ടി പോയി ഇവിടുന്ന് നേരെ പോയി ഇവിടെ എത്താനുള്ള വെലോസിറ്റിനെ പറയുന്നതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഓക്കെ. ആവറേജ് വെലോസിറ്റി വി ഡി എന്നാണ് കേട്ടോ എഴുതുക. വി ഡി എന്നാണ് ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ദ ഇലക്ട്രോൺ ഗെറ്റ് ഡ്രിഫ്റ്റഡ് ടുവാർഡ്സ് ദ പോസിറ്റീവ് എൻഡ്. ഇലക്ട്രോൺ ഇവിടുന്ന് തട്ടി പോസിറ്റീവ് എൻഡ് വരെയുള്ള അതിനുള്ള എൻഡ് ഓഫ് കണ്ടക്ടർ ഈസ് കാൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. വി ഡി എന്ന് പറയുമ്പോൾ വി ഇതാണ് കേട്ടോ, ഡി അടിയിലാണ്. വി ഡി ഈസിക്കൽ ടു മൈനസ് ഇ ടോ ബൈ എം. വി ഡി ഈസിക്കൽ ടു മൈനസ് ഇ ടോ ബൈ എം. അതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫോർമുല കേട്ടോ. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് അത്. അതിനേക്കാൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറന്റും തമ്മിലുള്ള ഇക്വേഷൻ ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി കാരണം സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നല്ലോ. ദ റിലേഷൻ ബിറ്റ്വീൻ ദ കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് വീണ പൂവേ. ആ വീണനെ അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ വീണ എന്ന് പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ ടൈപ്പ് സാധനങ്ങളാണ് വീണ. അപ്പോൾ കറന്റ് ഐ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിനായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു, ഇവിടെ ഡി ഉണ്ട് കേട്ടോ ചെറിയ, ഐ ഈക്വൽ ടു വി ഡി ഇ എൻ എ. വീണ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എഴുതിക്കോ ഐ ഈസിക്കൽ വി ഡി ഇ എൻ എ. വീണ എന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് അത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ കറന്റ് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മുടെ ഇക്വേഷൻസ്. നമുക്ക് ഇനി അടുത്ത് നോക്കണം. അടുത്ത പ്രോബ്ലം. When the current is flowing through the conductor, the drift velocity is v. ഓക്കെ. അതായത് പറഞ്ഞേക്കുന്ന വെച്ചാൽ ഒരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടറിലൂടെ നേരെ കറന്റ് ഐ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ഡ്രിഫ്റ്റ് കറന്റ് ഇങ്ങനെ കടന്നു പോയി. അപ്പോൾ അവിടുത്തെ ഡ്രിഫ്റ്റ് വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി ആണ്. ഇഫ് 2i current is flowed through the same metal, അതായത് ഈ മെറ്റലിലൂടെ തന്നെ, ഈ മെറ്റൽ തന്നെ കേട്ടോ, ഇത് തന്നെയാണ് എടുത്തത്. ഇതിലൂടെ തന്നെ 2i കറന്റ് ആക്കി, കറന്റ് നേരെ 2i ആക്കി. The flowed through the same metal but having double the area of cross section. 2i current is flowed through the same metal but having double the area of cross section. അപ്പോൾ i നേരെ എന്തായി? i നേരെ 2i ആയി. ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ല ഏരിയ എന്തായി? ഏരിയ ഡബിൾ ആയി. ഏരിയയും 2i ആയി. Then the drift velocity will be, ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എന്ത് മാറ്റമാണ്? കറണ്ട് കൂടി കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? അപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. എങ്ങനെ? നമുക്ക് ഐ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ അറിയാം. ഐ എന്താ? കുമാരനാശാന്റെ വീണപ്പൂവ്, വി ഡി ഇ എൻ എ. വീണയാണ് കറണ്ട് കാണാനുള്ള ഇക്വേഷൻ. എടാ അപ്പോൾ നോക്കടാ, ഐ നമ്മളോട് പറഞ്ഞ ഐ നേരെ 2i ആയല്ലോ, കറണ്ട് 2i ആയി. അപ്പോൾ 2i ഈക്വൽ ടു വി ഡി ഇ എൻ. എന്താ മാതിരി? ഏരിയ മാറില്ലേ? എൻ ഇൻറ്റു ഏരിയയും 2i ആയി അല്ലേ? നമ്മളോട് ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചത്. ദെൻ ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി വിൽ ബി എന്ന് വെച്ചത്. അപ്പോൾ വി ഡി, ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എനിക്കറിയാം. ഇവിടുന്ന് തന്നെ എനിക്ക് ഉത്തരം കിട്ടിയേക്കണോ? എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. വി ഡി ഈക്വൽ ടു, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ വി ഡിനെ കണ്ടെത്തുന്നെങ്കിൽ എന്തായി? ഇതിനെ പ്രതി കൊടുത്താൽ പോരെ 2i ഡിവൈഡഡ് ബൈ en2a അല്ലേ? എങ്ങനെ ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പുറത്ത് പോവുകയാണെങ്കിൽ 2 കട്ടായി പോകുന്നത് എനിക്ക് ഇപ്പം തന്നെ മനസ്സിലാക്കണം. അങ്ങനെ ആവണം പ്രോബ്ലം ചെയ്ത് നമ്മൾ അങ്ങനെ പക്കയായിരിക്കണം. അപ്പോൾ ഈ 2 കട്ടായി കഴിഞ്ഞാൽ എന്താ? 2 വെട്ടിക്കളഞ്ഞാൽ എന്താ? ഐ ഇ എൻ എ. വി ഡി ഈക്വൽ ടു ഐ എൻ എ. അതിനെയുള്ള ശരിക്കുള്ള ഇക്വേഷനും വി ഡിന്റെ ശരിക്കുള്ള ഇക്വേഷനും ഐ എൻ എ അല്ലേ? അതായത് നോക്കടാ, ഐ ഈക്വൽ ടു വി ഡി ഇ എൻ എ. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ നമുക്ക് എന്താ ചെയ്യാം? വി ഡി ഈക്വൽ ടു ഐ ബൈ ഇ എൻ എ അല്ലേ? ഐ ഈക്വൽ വീണിയാണ്, അതിന് വി ഡി കണ്ടെത്തി ഐ ഈക്വൽ ഇ എൻ എ. അതന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയേക്കുന്നത്. അപ്പോൾ വിയിൽ ഒരു മാറ്റം ഉണ്ടാവണില്ല. ഓപ്ഷൻ സി. നമ്മൾ കറണ്ട് ഡബിൾ ചെയ്താലും ഏരിയ ഡബിൾ ചെയ്താലും നമുക്ക് എന്ത് മാറ്റം വരണില്ല? വോൾട്ടേജിൽ ഒരു മാറ്റം വരണില്ല. ഓക്കെ. വിയിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ ഒരു മാറ്റം വരുന്നില്ല. ഓക്കെ. അപ്പോൾ അടുത്തതാണ് കറണ്ട് ഡെൻസിറ്റി. എന്താണ് കറണ്ട് ഡെൻസിറ്റി നോക്കാം. കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ. അത് തന്നെയാണ്. അതായത് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു ഏരിയ കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെ എത്രത്തോളം കറണ്ട് ഫ്ലോ ഉണ്ട് എന്നുള്ളതാണ് കറണ്ട് ഡെൻസിറ്റി. റെപ്രസെന്റ് ചെയ്യുക ജെ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തില്ലേ? അതെ, ജെ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് ജെ ഈക്വൽ ടു, ഇവിടെ എഴുതിയിട്ടുണ്ട് ജെ ഈക്വൽ ടു ഐ ബൈ എ. ഐ ബൈ എ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ജെ ഈക്വൽ ടു ഐ ബൈ എ എന്ന് എഴുതിയില്ലേ?
എടാ ഇത് നമുക്ക് ഐന്റെ ഇക്വേഷൻ എഴുതി കൂടെ I ഈക്വൽ ടു ജെ ഡോട്ട് എ ഐ ഈക്വൽ ടു ജെ ഡോട്ട് എ ഡോട്ട് വന്നു കഴിഞ്ഞാൽ കോസ് അല്ലേ അപ്പൊ I ഈക്വൽ ടു ജെ എ കോസ് തീറ്റ I ഈക്വൽ ടു ജെ എ കോസ് തീറ്റ ഓക്കെ അല്ലേ അപ്പൊ അതിനെയാണ് ഇവിടെ ചെയ്യുന്നത് I ഈക്വൽ ടു ജെ എ കോസ് തീറ്റ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ വെക്ടർ ആണ് കേട്ടോ അതൊക്കെ ഓക്കെ അപ്പൊ I ഈക്വൽ ടു ജെ എ കോസ് തീറ്റ അടുത്തത് കണ്ടക്ടൻസ് നമുക്ക് അറിയാം കണ്ടക്ടൻസ് പറഞ്ഞാൽ കണ്ടക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കണ്ടക്ടൻസ് എന്ന് പറയാം എടാ അപ്പൊ നോക്ക് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി കണ്ടക്ടൻസ് പറഞ്ഞാൽ കണ്ടക്ട് ചെയ്യണേ അതായത് കണ്ടക്ടൻസ് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടു റെസിസ്റ്റൻസ് ആണ് അപ്പൊ ഓപ്പോസിറ്റ് ടു റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് വായിച്ചുട്ടോ ഓക്കെ ഓപ്പോസിറ്റ് ടു റെസിസ്റ്റൻസിനെ പറഞ്ഞ പേരാണ് കണ്ടക്ടൻസ് അപ്പൊ റെസിസ്റ്റൻസിന്റെ ഫോർമുല നമുക്കറിയാം R ഈക്വൽ ടു റോ എൽ ബൈ എ അല്ലേ അപ്പൊ കണ്ടക്ടൻസിന്റെ ഫോർമുല എന്താവും ഓപ്പോസിറ്റ് പറഞ്ഞാൽ ഇതിന് നേരെ റെസിസ്റ്റൻസിന് നേരെ ഓപ്പോസിറ്റ് അപ്പൊ 1/R അപ്പൊ A ബൈ റോ എൽ ആണ് കണ്ടക്ടൻസിന്റെ ഫോർമുല കേട്ടോ ഓക്കെ സി അടുത്തതാണ് കണ്ടക്ടിവിറ്റി അപ്പൊ റെസിസ്റ്റൻസിന്റെ ഓപ്പോസിറ്റ് കണ്ടക്ടൻസ് അപ്പൊ റെസിസ്റ്റിവിറ്റിയുടെ ഓപ്പോസിറ്റ് കണ്ടക്ടിവിറ്റി റെപ്രസെന്റ് ചെയ്യുക സിഗ്മ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സിഗ്മ എന്നുള്ള ലെറ്റർ കൊണ്ട് ഓപ്പോസിറ്റ് റെസിസ്റ്റിവിറ്റി സിഗ്മ എന്ന് പറഞ്ഞാൽ എന്ത് ഇക്വേഷൻ ഒന്നും ഇല്ല അതായത് റെസിസ്റ്റിവിറ്റിയുടെ ഓപ്പോസിറ്റ് അതായത് 1/ρ എന്ന് എഴുതി വെച്ചിട്ടുള്ളൂ ഇവിടെ അടുത്ത് നോക്കടാ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം അതായിരിക്കും 1/ρ നമുക്കറിയാം R ഈക്വൽ ടു റോ എൽ ബൈ എ ആണ് അതിന് റോ ഈക്വൽ ടു AR ഡിവൈഡഡ് ബൈ എൽ അല്ലേ അപ്പോൾ നമുക്ക് ഇതിന് സിഗ്മയുടെ ഇക്വേഷൻ എന്താ സിഗ്മ ഈസ് ഈക്വൽ ടു L ബൈ AR ഇക്വേഷൻ ഇങ്ങനെ ഉണ്ടാക്കി പോയാലും മതി കേട്ടോ L ബൈ AR ഓക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ മൂവ്മെന്റ് ആയിട്ടുള്ള എന്തോ ആണ് അപ്പൊ തന്നെ മനസ്സിലാക്കും വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ് മൊബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ടു ഇലക്ട്രിക് ഫീൽഡ് അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റിനെയും ഇലക്ട്രിക് ഫീൽഡിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് മൊബിലിറ്റി മ്യൂ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് മാർക്ക് ചെയ്യട്ടോ റേഷ്യോ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ടു ഇലക്ട്രിക് ഫീൽഡ് മ്യൂ ഈസ് ഈക്വൽ ടു VD by E ഇതാണ് മൊബിലിറ്റിയുടെ മ്യൂ ഈസ് ഈക്വൽ ടു VD by E ഓക്കെ അല്ലേ അടുത്തേക്ക് പോലെ അടുത്ത ചോദ്യമാണ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഹാവിംഗ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് 7.5 into 10 the power of -4 ഡ്രിഫ്റ്റ് വെലോസിറ്റി അപ്പോൾ നമുക്കറിയാം ഡ്രിഫ്റ്റ് വെലോസിറ്റി VD നമുക്ക് ഇങ്ങനെ സാധാ ഇക്വേഷൻ തന്നെ എഴുതി പോകും I ഈസ് ഈക്വൽ ടു VDENA അല്ലേ അതിന് ഡ്രിഫ്റ്റ് വെലോസിറ്റി എത്ര തന്നിട്ടുണ്ട് അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി 7.5 ആണ് തന്നിട്ടുണ്ട് VD ഈക്വൽ ടു 7.5 into 10 the power of -4 meter per in an electric field of E തന്നിട്ട് E എത്രയാണ് E ഈക്വൽ ടു 3 into 10 the power of 3 into 10 the power of -10 വോൾട്ട് പെർ മീറ്ററിൽ ഹാസ് എ മൊബിലിറ്റി ഇത് ഇത്ര ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല I ഈസ് ഈക്വൽ ടു VD ഇതിൽ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളോട് മൊബിലിറ്റി ആണ് ചോദിച്ചത് അപ്പൊ മൊബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ മൊബിലിറ്റി ഈസ് ഈക്വൽ ടു VD by E ചെയ്താൽ മതി പോരെ 7.5 into 10 the power of -4 divided by 3 into 10 the power of -10 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരമായി എടാ ഈ 10⁻⁻10 മോളിക്ക് കൊണ്ടുപോയി 7.5 divided by 3 into 10 the power of 10 മോളിക്ക് കൊണ്ടുപോയി +10 ആയി -4 അപ്പോൾ 10⁻6 അല്ലേ 10⁻10 മോളിക്ക് കൊണ്ടുപോയി 10⁻10 ആയി -4 ആയിട്ട് ചെയ്താൽ 10⁻6 ആയി 7.5 by 3 എടാ 75 divided by 3 അതായത് 25 ചെയ്യുമ്പോൾ 2 50 പോവും 75 ആകുമ്പോൾ 3 ആവും അപ്പൊ എങ്ങനെ 2.5 അല്ലേ വരിക അല്ലേ 75 divided by 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വരും 75 ഇവിടെ 7.5 അല്ലേ അപ്പൊ എന്താ ഉത്തരം വരിക ദാറ്റ് ഈക്വൽ ടു 2.5 into 10 the power of 6 ഇക്വേഷൻ ഉണ്ടോ ഓപ്ഷൻ എ 2.5 into 10 അല്ലേ 25 അല്ലേ എഴുതിയാണ് ഇല്ല 2.5 into 10 the power of 6 അതാണ് ഉത്തരം വരുന്നത് കേട്ടോ ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് അടുത്തേക്ക് പോകല്ലേ അടുത്തതാണ് വെക്റ്റർ ഫോംസ് ഓഫ് ദ ഓംസ് ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു I ഈക്വൽ ടു V/R കറന്റ് കൂടിയാൽ വോൾട്ടേജ് കൂടും എന്നതാണ് ഓംസ് ലോ അതിന്റെ വെക്റ്റർ ഫോം ഒരു തവണത്തെ എക്സാമിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ J ഈക്വൽ ടു സിഗ്മ E ആണ് വെക്റ്റർ ഫോം ഓഫ് ദ ഓംസ് ലോന്റെ വെക്റ്റർ ഫോം എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് ഒരു തവണ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓംസ് ലോന്റെ വെക്റ്റർ ഫോം ഒരിക്കലും മറക്കരുത് അടുത്ത സീരീസ് കോമ്പിനേഷൻ ആൻഡ് പാരലൽ കോമ്പിനേഷൻ എന്താണ് സീരീസ് കോമ്പിനേഷൻ ആൻഡ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സീരീസ് എന്ന് പറഞ്ഞാൽ നേരെ എങ്ങനെ ആവും നേരെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സീരീസ് പാരലൽ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചു കഴിഞ്ഞാൽ പാരലൽ
പാരലൽ കോമ്പിനേഷൻ. എടാ സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീരീസിൽ നമ്മൾ മറ്റോടത്ത് നമ്മൾ എവിടെ പഠിച്ചു കപ്പാസിറ്ററിന്റെ കാര്യത്തിൽ പഠിച്ചതിന്റെ ഓപ്പോസിറ്റ് ആണ്. പക്ഷെ സീരീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ R1 ഉം R2 ഉം R3 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ R1 ഉം R2 R3 എടുത്തു കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും R1 പ്ലസ് R2 പ്ലസ് R3 ആവും. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താവും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവാവും. അതുകൊണ്ടാണ് നമ്മൾ പാരലൽ കണക്ഷൻ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു കാരണം. മറ്റെന്തായിരുന്നു പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. ചെറിയ ക്ലാസ് പഠിച്ചുകൊണ്ടാണ് ഇത് അധികം പറയാത്തത്. വോൾട്ടേജ് സെയിം ആയിരിക്കും, കറന്റ് മാറിക്കൊണ്ടിരിക്കും, കറന്റ് ചേഞ്ച് ചെയ്തിരിക്കും. ബട്ട് സീരീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും കറന്റ് സെയിം ആവും, വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഈ ഇക്വേഷൻസ് എപ്പോഴും പഠിച്ചു വെക്കുക. ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഈക്വേഷൻസ് R=R1+R2+ സീരീസ് ആണ്, പാരലൽ ആണെങ്കിൽ 1/R1 + 1/R2 + 1/3. 3 resistance each of 4 ohm are connected to form a triangle. ഓക്കെ, അതായത് ഒരു ട്രയാങ്കിൾ, ആദ്യം ട്രയാങ്കിൾ വരയ്ക്കുക, ബാക്കി കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം. ട്രയാങ്കിൾ 3 resistance each of 4 ohm are connected to form a... ഓക്കെ, ഈ പ്രോബ്ലത്തിന് അധികം ഡയഗ്രാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ഇങ്ങനെയാവും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റെസിസ്റ്റർ 3 resistance each of 4 ohm. അതാണ് ഈച്ച് 4 ohm. ഇത് ക്വസ്റ്റ്യന്റെ പോക്ക് കണ്ടറിയാതെ എങ്ങോട്ടുള്ള പോക്കാണ്. ആർ കണക്റ്റഡ് ടു ഫോം എ ട്രയാങ്കിൾ. ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 ടെർമിനൽ, ഏതെങ്കിലും 2 ടെർമിനൽ തമ്മിലുള്ള വോൾട്ടേജ് എത്രയാണ്? അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു സിഗ്നൽ പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്ത് ഇവിടുന്ന് ഒരു വോൾട്ടേജ് കൊടുത്തു. എടാ അതായത് ഈ ഇത് നോക്കണം, ഈ കോമൺ പോയിന്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞത്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ പറയുമ്പോൾ നോക്കടാ, ഈ സാധനവും ഇതും തമ്മിൽ, ഈ രണ്ടെണ്ണം തമ്മിൽ സീരീസ് അല്ലേ? ഈ എ റെസിസ്റ്ററും ബി റെസിസ്റ്ററും സീരീസ് അല്ലേ? അപ്പൊ സീരീസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 + 4 8 Ohm അപ്പൊ തന്നെ എഴുതി വെച്ചൂടെ? എടാ നമുക്ക് ഈ സർക്യൂട്ടിനെ ഒന്ന് റീഡ്രോ ചെയ്യാം. സർക്യൂട്ട് റീഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെയാവും? നേരെ നമുക്ക് അതായത് 8 Ohm, ഇത് നമ്മളെ നേരത്തെ ഇവിടെ നിന്ന് എടുത്ത 8 Ohm, 4 4 8 Ohm എടുത്തു. പിന്നെന്താ ഉള്ളത്? ഒരു 4 Ohm ഉള്ളത്. ഇവിടെ പിന്നെന്താ ഉള്ളത്? ഒരു 4 Ohm ഉള്ളത്. പക്ഷെ ഇതും ഇനി പാരലൽ അല്ലേ? അതായത് ഇതും സീരീസ് ആണ്. ഒരു കോമൺ പോയിന്റ് എന്നാണ് അങ്ങോട്ട് കൊണ്ട് വന്നേക്കുന്നത്. ഇത് രണ്ട് സീരീസ് ആണ്, പക്ഷെ ഇതിനായിട്ട് ഇത് പാരലൽ ആണ്. അപ്പൊ നോക്കടാ, 8 Ohm 4 Ohm. അപ്പൊ എങ്ങനെ കണ്ടെത്താം? 1/R ഈക്വൽ ടു 1/8 പ്ലസ് 1/4. 8 4 ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവും? ദാരിക്കും ഇവിടെ 2 ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 2 ഇവിടെ 2. സിമ്പിൾ, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ദാരിക്കും 1/8 പ്ലസ് 2/8 ദാറ്റ് ഈക്വൽ ടു 3/8. 3/8 ഇവിടെയാണ് പലരും തെറ്റിക്കുന്ന കാര്യം. 3/8 എന്ന് പറയുന്നത് 1